ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സെനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിൽ രാജ്യം. പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ച് നാളെ കൊട്ടിക്കലാശം. മണ്ഡല പര്യടനം സജീവമാക്കി ദേശീയ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡിൽ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ പര്യടനം തുടരുന്നു. സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളും വോട്ടെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. എൻഡിഎ തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് പത്രിക തള്ളണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. വിമാനയാത്രയിൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സീറ്റ് അനുവദിക്കണമെന്ന് എയർലൈൻ കമ്പനികൾക്ക് DGCA നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ISL ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിൽ രാജ്യം. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഛത്തീസ്ഗഡിലെ ചമ്പ, മഹാസമുന്ദ്, സർഗുജ ലോക്സഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. രാജസ്ഥാനിലും അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ അഖൌലയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് കർണാടകയിലെ ചിത്രദുർഗയിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. നാളെ നടക്കുന്ന കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. NDA പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. നാളെ ഇടുക്കി, ആലപ്പുഴ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ചെങ്ങന്നൂരിലും സുൽത്താൻ ബത്തേരിയിലും UDF-ന് വേണ്ടി പ്രചാരണത്തിലിറങ്ങും. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് ശശി തരൂരിനൊപ്പം തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നാളെ വയനാട് എത്തുന്നുണ്ട്. LDF-ന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. വോട്ടെടുപ്പിനായി സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളും പൂർണ്ണ സജ്ജമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ഉയർന്ന പകൽച്ചൂട് കണക്കിലെടുത്ത് ബൂത്തുകളിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. വോട്ടവകാശം എന്ന ഉത്തരവാദിത്തം ഗൌരവത്തോടെ നിർവഹിക്കാൻ യുവതലമുറ മുന്നോട്ട് വരണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ലോകോത്തര നിലവാരം പുലർത്തുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ 100% അഷ്വർഡ് മിനിമം ഫെസിലിറ്റീസ് എല്ലാ ബൂത്തുകളും ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് വി ആർ മേക്കിംഗ് സ്പെഷ്യൽ എഫേർട്സ് ടു ഹാവ് ഷെയ്ഡഡ് ഏരിയാസ്. മിക്കവാറും എല്ലാ ബൂത്ത്സിൽ ഇത് കാണും. പക്ഷേ ചില ബൂത്ത്സിൽ ഉണ്ടാവില്ല. കാരണം സ്റ്റാൻഡേർഡ് ഓൺ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അവിടെ ആണെങ്കിൽ വെയിറ്റിംഗ് ഏരിയാസ് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ആ ലീഡേഴ്സിന്. വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വാട്ട് റൈറ്റ് ഡു ഹാവ് ടു സേ ദാറ്റ് ജോലിയില്ല, ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ്. ഈവൻ വൺ സിംഗിൾ വോട്ട് ഇസ് പ്രഷ്യസ്. സോ എൻ്റെ ഒരു അപ്പീലാണ് യങ്സ്റ്റേഴ്സ്, നിങ്ങൾ എല്ലാവരും വന്നിട്ട് വോട്ട് ചെയ്യണം. ഒരു ഇറ്റ് ഈസ് നോട്ട് ഓൺലി നിങ്ങളുടെ കടമ മാത്രമാണ്, പക്ഷേ യു ഓ ഇറ്റ് ടു ദ ഫ്യൂച്ചർ ജനറേഷൻസ്, ടു എവറി വൺ. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആർ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ പ്രസ് ചെയ്ത ബട്ടൺ, ഫോർ എക്സാമ്പിൾ എക്സ് പാർട്ടിക്ക് വേണ്ടി, എക്സ് കാൻഡിഡേറ്റിന് വേണ്ടി ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്, അവിടെ വോട്ട് പോയിട്ടില്ല. അത് സംശയം ഉണ്ടെങ്കിൽ വോട്ടർ VVPAT നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കണം. NDA തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സത്യവാങ്മൂലത്തിൽ സ്വത്ത് സംബന്ധിച്ച വിവരം മറച്ചുവെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ജസ്റ്റിസുമാരായ BG അരുൺ, S മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ലെന്നും ഹർജിക്കാർക്ക് തെരഞ്ഞെടുപ്പ് ഹർജിയായി നൽകാമെന്നും കോടതി വ്യക്തമാക്കി. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. 26-നാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29-ആണ്. 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. അടുത്ത മാസം 13-നാണ് വോട്ടെടുപ്പ്.
ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലെ 13, മഹാരാഷ്ട്രയിലെ 11, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ബീഹാറിലെ 5, ഝാർഖണ്ഡിലെയും ഒഡീഷയിലെയും 4 വീതം മണ്ഡലങ്ങളിലും ജമ്മുകാശ്മീരിലെ 1 മണ്ഡലത്തിലുമാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ടത്തോടെ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയാകും. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും ഇതോടൊപ്പം നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വിമാനയാത്രയിൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സീറ്റ് അനുവദിക്കണമെന്ന് എയർലൈൻ കമ്പനികൾക്ക് DGCAയുടെ നിർദ്ദേശം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സീറ്റ് ലഭിക്കാത്ത നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായും DGCA പ്രസ്താവനയിൽ പറഞ്ഞു. വ്യോമഗതാഗതം സംബന്ധിച്ച നിലവിലെ സർക്കുലർ പുതുക്കിയതായും DGCA അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഋഷികേശിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രൊബേഷണർമാരുടെ ബിരുദദാന സമ്മേളനത്തിൽ ശ്രീമതി മുർമു അധ്യക്ഷത വഹിക്കും. പ്രശസ്ത ബംഗ്ലാദേശി ഗായിക റസ്വാന ചൌധരി ബന്യ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ഇന്നലെ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സ്വീകരിച്ചത്. കലാരംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് റസ്വാന ചൌധരി ബന്യ പത്മ പുരസ്കാരത്തിന് അർഹയായത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട QS ലോക റാങ്കിങ്ങിൽ ഇന്ത്യ കാഴ്ചവെച്ച മികച്ച പ്രകടനം പ്രചോദനം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഇന്ത്യൻ യുവജനതയ്ക്ക് ഭാവിയിൽ ഏറെ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗവേഷണം, പഠനം, നവീകരണം എന്നിവയിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. QS CEO നൻസിയോ കാക്കറെല്ലിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മറ്റ് G20 രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ സർവകലാശാലകൾ ഈ വർഷം ഉയർന്ന നിലവാരം കാഴ്ചവെച്ചതായും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഗവേഷണ കേന്ദ്രങ്ങളായി മാറിയെന്നും നൻസിയോ കാക്കറെല്ലി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ സൈനികന്റെ സഹോദരൻ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. രജൌരി ജില്ലയിലെ ഷഹ്ദാര ഷെരീഫ് മേഖലയിൽ സൈനികന്റെ വീടിന് നേരെ ഇന്നലെ രാത്രിയോടെ ഭീകരരെന്ന് സംശയിക്കുന്നവർ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് ലോക പുസ്തക ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 23-നാണ് ലോക പുസ്തക ദിനമായി യുനെസ്കോ ആചരിക്കുന്നത്. സ്വന്തം രീതിയിൽ വായിക്കുക എന്ന പ്രമേയത്തിലൂന്നിയാണ് ഈ വർഷത്തെ ദിനാചരണം. കുട്ടികൾ എന്ത് വായിക്കണമെന്ന തീരുമാനം അവർക്ക് തന്നെ നൽകുക എന്നതാണ് പ്രമേയം ലക്ഷ്യം വെക്കുന്നത്. വിശ്വസാഹിത്യത്തിലെ അതികായരായ ഷേക്സ്പിയറിന്റെയും സെർവാന്റസിന്റെയും ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4-മതും ലക്നൌ 5-മതുമാണ്. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ ഒഡീഷ FC ATK മോഹൻ ബഗാനെ നേരിടും. വൈകിട്ട് 7:30-ക്ക് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കിഴക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം 4 ദിവസം കൂടി തുടരുമെന്നും നാളെ മുതൽ മേഖലയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക, ഒഡീഷ, കിഴക്കൻ ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിലും ഉയർന്ന ചൂട് തുടരുകയാണ്. ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ അഹരോൺ ഹലീവ രാജിവെച്ചു. ഇസ്രായേലിൽ ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ആക്രമണത്തിലെ ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. ഹമാസ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് സ്ഥാനമൊഴിയുന്ന ആദ്യ ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥനാണ് മേജർ ഹലീവ. പ്രധാന വാർത്തകൾ വീണ്ടും. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിൽ രാജ്യം. പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് നാളെ കൊട്ടിക്കലാശം. മണ്ഡല പര്യടനം സജീവമാക്കി ദേശീയ നേതാക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡിൽ. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ പര്യടനം തുടരുന്നു. സംസ്ഥാനത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളും വോട്ടെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. NDA തിരുവനന്തപുരം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തിരഞ്ഞെടുപ്പ് പത്രിക തള്ളണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. വിമാനയാത്രയിൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് രക്ഷിതാവിനൊപ്പം സീറ്റ് അനുവദിക്കണമെന്ന് എയർലൈൻ കമ്പനികൾക്ക് DGCA നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ISL ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.